കുളിരുമായി വേനൽ തൂവൽ വിഷും. മാരിവില്ലിന്റെ വർണ്ണശോഭയിൽ തെളിഞ്ഞു നിൽക്കുന്ന വാനം, ആർപ്പുവിളികളുടെ ആരവങ്ങൾക്കൊപ്പം തുള്ളിച്ചാടുന്ന തുമ്പികൾ. ഓരോ ഓണക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത് ഓർമ്മകളുടെ വസന്തകാലമാണ്. ഇന്ന് തിരുവോണം. കാറ്റിൻ കുളിരറിയും ഏതോ. ഹായ്, നമസ്കാരം. ഞാൻ ആതിര. ഏവർക്കും ഫ്രൈഡേ ഫേമിലേക്ക് സ്വാഗതം. നിറയും മഴനില കുളിരുമായി വേനൽ തൂവൽ വിഷും മൊഴിയിലും മധുരമാ. ഫ്രൈഡേ ഫേമിന്റെ ആദ്യ എപ്പിസോഡ് ആരംഭിക്കുന്നത് ശ്രുതി മധുരമായ നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗായിക സൗമ്യ രാമകൃഷ്ണനോടൊപ്പമാണ്. ചേച്ചി, വെൽക്കം ടു ഫ്രൈഡേ ഫെയിം. താങ്ക് യു. ഫ്രൈഡേ ഫെയിമിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ ചേച്ചി ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കും ഭയങ്കര സന്തോഷം ഈ തിരുവോണ നാളിൽ ഫ്രൈഡേ ഫെയിമിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരാൻ സാധിച്ചത്. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണല്ലോ. ചേച്ചിയുടെ അങ്ങനത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കുട്ടിക്കാലത്ത് ഓണം ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വെക്കേഷൻ ടൈമാണല്ലോ ഓണം. അപ്പോൾ അവിടെ പൂക്കൾ പറിക്കാനും പിന്നെ പൂക്കളിടാനും പിന്നെ ആരുടെ പൂക്കളാണ്, ആരുടെ വീട്ടിലെ പൂക്കളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റീവ് മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏറ്റവും മെയിൻ അതാണ്, പൂക്കളിടുക എന്നുള്ളത്. പിന്നെ സദ്യ വേറെ മെയിൻ അട്രാക്ഷനാണ്. സദ്യയിലെ എല്ലാ വിഭവങ്ങളും നമ്മൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു അവസരം അന്നല്ലേ ഉള്ളൂ, ഓണത്തിൻ്റെ ദിവസമേ ഉള്ളൂ. പിന്നെ അതുമല്ല, അത് പ്രൊലോങ് ചെയ്ത് അത് 1, 2, 3, 4 ഓണം ഉണ്ടല്ലോ. അപ്പോൾ 4 ഓണം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു ദിവസം നിൽക്കാത്തൊരാഘോഷം എന്ന് പറയുന്നത് അത് ഓണമാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ വളരെയധികം സന്തോഷം തരുന്ന ആ ഒരു ഡേയ്സാണ് ഈ ഓണം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഓണം സമയം എന്ന് പറയുന്നത്. ചേച്ചി, നമുക്ക് ഈ പാട്ട് വിശേഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഓണപ്പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടിന് തേനും മാവേലിക്കുയരും നൽകും സർവസ്വദാത്രീ സൗവർണഗാത്രീ നീ എൻ മനസ്സുണർത്തി പൂവേ. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഓണത്തിൻ്റെ സമയത്ത് ഓണപ്പാട്ടുകളാണ്. ആ ടൈമിൽ ഇറങ്ങുന്ന ഓണപ്പാട്ടുകൾ അതെല്ലാം എന്താ പറയുക, അതിൻ്റെ ഒരു ആനന്ദം കൂട്ടും. ഓണപ്പാട്ടുകൾ ഇറങ്ങുമ്പോൾ പുതിയ പാട്ടുകൾ കേൾക്കുക, പഠിക്കുക. പിന്നെ കുറേ ഓണം ചെറുതിലൊക്കെ കുറേ പോയിട്ടുണ്ട് നമ്മുടെ ഓരോ അസോസിയേഷൻ്റെ ഓണം പരിപാടികൾക്ക്. അപ്പോൾ അവിടെ എല്ലാം പോയി നമ്മൾ പാടും. അതൊക്കെ ഭയങ്കര ചെറുപ്പത്തിലേക്ക് എനിക്ക് തോന്നുന്നു അത് ഈ സംഗീതത്തിലേക്ക് വരാനുള്ളൊരു അതെല്ലാം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഗായിക ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഓരോ ചെറിയ ചുവടുവയ്പ്പ് എല്ലാം തുടങ്ങിയത് അവിടെ നിന്നാണ്. പിന്നെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ എല്ലാവർക്കും. മോൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്, സ്കൂൾ കോളേജിൽ എല്ലാം. അപ്പോൾ ഓണം ഈസ് വെരി സ്പെഷ്യൽ. അത് സന്തോഷം മാത്രമേ ഉള്ളൂ ഓണത്തിൻ്റെ സമയത്ത്. നീ എൻ മനസ്സുണർത്തി ഓണപ്പൂവേ ഓമൽ പൂവേ. ചേച്ചി, അടിപൊളിയായിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറയാമോ? ഇത് ലളിതഗാനങ്ങളുടെ ഇതിൽ സെഗ്മെൻറ്റിൽ വരും. ശ്രീ MSV സാറ് കമ്പോസ് ചെയ്ത് യൂസഫ് അലി കേച്ചേരി സാർ എഴുതി യേശുദാസ് സാറ് പാടിയ പഴയ ഓണപ്പാട്ടാണ്. നമ്മുടെ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ. ഈ പൂവേലിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ട്രാവലിംഗ് സോങ്ങുകളിലെ ഏറ്റവും ഒരു സോങ്ങാണിത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആ ടൈമിൽ ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ TV ഷോസിൽ നിറഞ്ഞു നിന്നിരുന്നൊരു പാട്ട് കൂടിയാണല്ലോ ഈ പാട്ട്. അതെ. അവരുടെ ഈ ടോപ്പ് 5 സൂര്യ മ്യൂസിക്കിൻ്റെ അവരുടെ ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ട് എല്ലാ സൺഡേസും വരുന്ന പ്രോഗ്രാമായിരുന്നു. അതിൽ സ്ഥിരമായിട്ട് കുറേ മാസങ്ങളോളം ഇത് ടോപ്പ് 1-ലായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും റീച്ച് കിട്ടിയല്ലോ ആ പാട്ടിന്. പിന്നെ ഇപ്പോഴാണെങ്കിലും കുറേ അധികം പേർക്ക് ഇഷ്ടമാണത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഈ പൂവേലിൽ മഴയിൽ കുളിരല വിതറും രാവുകളിൽ ഇതിലേ ആകാശമൊരേ കുടയാ
നീ വരുകയാണീ വഴിയിൽ തണലായി പല മോഹം പല പല ഭാവനകൾ മിഴികളിലാളി പോകാം ദൂരെ. അന്നത്ര ഭീകര ഗാനമേളകളിലും അങ്ങനത്തെ ഹിറ്റൊന്നും ആയിരുന്നില്ല ആ പാട്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ എല്ലാവരും സ്പോട്ടിഫൈയിൽ കാണുന്നില്ലല്ലോ ഈ പാട്ട്, നല്ലൊരു സോങ്ങാണ്, ഒരു അണ്ടർ റേറ്റഡ് സോങ്ങാന്നൊക്കെ പറയുമ്പോൾ കുറേ അധികം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഞാൻ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് ഈ പൂവേലിൽ. റഫീഖ് അഹമ്മദ് സാർ എഴുതിയത്, ബിജിപാൽ സാർ കമ്പോസ് ചെയ്തത്. ഈ പൂവേലിൽ മഴയിൽ കുളിരല വിതറും. ചേച്ചി, ഈ പാട്ടെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പാട്ടിലുള്ള ഒരു പാട്ടാണിത്. ഈ പാട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഇത് ലാൽ ജോസ് സാറിൻ്റെ മൂവിയാണ് വിക്രമാദിത്യൻ. എനിക്ക് ആദ്യം സിനിമയിൽ പാടാൻ അവസരം കിട്ടുന്നതും ലാൽ ജോസ് സാറിൻ്റെ ഫിലിമിലാണ്, അറബിക്കഥയിൽ. അതിനുശേഷം പിന്നീട് ഈ പാട്ടാണ് ഞാൻ പാടുന്നത്. ഇത് ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിന് രാമു കാര്യാട്ട് അവാർഡിൻ്റെ ആ വർഷത്തെ ബെസ്റ്റ് ഫീമെയിൽ സിംഗറിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നജീമിനും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് ബെസ്റ്റ് മെയിൽ സിംഗർ. അപ്പം നജീമിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഡ്യൂവറ്റും കൂടിയാണ്. ചേച്ചി ഒരു ഹിന്ദി പാട്ട് പാടിയിട്ടില്ലേ? ഉണ്ട്. ആംഗ്രി ബേബീസ് ഇൻ ലവ് എന്ന് പറഞ്ഞ ഫിലിമിൽ. അതൊരു നല്ലൊരു പാട്ടല്ലേ? അപ്പോൾ ആ പാട്ടിലോട്ടൊന്ന് പോയാലോ? തീർച്ചയായും. അത് ബിജിപാൽ സാർ തന്നെ അതിൻ്റെ മ്യൂസിക് എഴുതിയിരിക്കുന്ന പ്രഫുൽ എന്ന് പറഞ്ഞിട്ട് ലിറിക് റൈറ്റർ. കൂടെ പാടിയിട്ടുള്ളത് യാസിനാണ്. ഒരു ഫാസ്റ്റ് സോങ് ആണ്. അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഇരുന്നിട്ട് അവർ ജാം ചെയ്യണ ഒരു പാട്ടാണ്. ജിന്ദഗി കി രാഹ മേ ഹർ സഫർ നയാ, ഹർ സഫർ നയാ നയാ, ജിന്ദഗി കി രാഹ മേ ഹർ സഫർ നയാ, हर सफर नया नया, नया उमंग नई तरंग, हर पल नया एक प्यार है. ചേച്ചി അടിപൊളി വൈബായിട്ടുള്ളൊരു പാട്ട് തന്നെയാണത്. എനിക്കും ഒരു ഹിന്ദി സോങ്ങൊക്കെ നമ്മൾ പാടുന്നല്ലാതെ ഒറിജിനൽ ഒരു ഹിന്ദി സോങ് പാടുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മുടെ ഡിക്ഷനൊക്കെ കറക്റ്റ് ആവണമല്ലോ. മാക്സിമം അത് നന്നാക്കാനൊക്കെ ലിറിക് റൈറ്ററെ ഹെൽപ്പ് ചെയ്തിരുന്നു, സാർ മ്യൂസിക് ഡയറക്ടറും. അപ്പോൾ അത് നന്നായി വന്നു. ചേച്ചി നമുക്ക് ഈ വൈബ് ഒന്ന് ചേഞ്ച് ചെയ്താലോ? നമുക്കൊരു തമിഴ് പാട്ടിലേക്ക് കിടന്നാലോ? ഓക്കെ. അത് റാണി പത്മിനി എന്ന് പറഞ്ഞ ഫിലിമിൽ പാടിയ ഒരു തമിഴ് സോങ്ങാണ്. ഒരു വിൻറ്റേജ് സോങ്ങാണ്. പണ്ടത്തെ നമ്മുടെ കല്യാണ കാസറ്റുകളിലൊക്കെ CD-യിലൊക്കെ ഒരു ഫിലിം സോങ് ഉണ്ടാവുമല്ലോ, ആ വിഷ്വലൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഇത് അതേ മൂഡാണ്. അത് തന്നെയാണ് ഇതിലും, ഈ ഫിലിമിലും. ആഷിഖ് കപൂർ സാറാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബിജിപാൽ സാറിൻ്റെ കോമ്പോസിഷൻ, ലിറിക്സ് നെല്ലൈ ജയന്ത എന്ന് പറഞ്ഞ ലിറിക് റൈറ്ററിൻ്റെ. ഒരു പെപ്പി സോങ്ങാണത്. പുതു 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 പൂവായി പൂக்கிறேன், புது காற்றில் வேர்க்கிறேன், பூக்கும் காதல் பூவினே அவன் வாசம் பார்க்கிறேன் நானே. கனவுகள் காதிலே உளருதே, சில கவிதையில் தாவணி பகருதே, ஒரு கண்ணால் பார்க்கவே உச்சுக்கொட்டி பேசவே உள்ளுக்குள்ள ஆசைதா வளருதே. புது 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 பூவாய் பூக்கிறேன், புது காற்றில் வேர்க்கிறேன், பூக்கும் காதல் பூவினே அவன் வாசம் பார்க்கிறேன் நானே. സൗമ്യ രാമകൃഷ്ണൻ്റെ സംഗീത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ. ആ മയിലേ മയിലേറണതുമ്പിയാടണതാളമീതേതെൻ്റെ പെണ്ണേ, പാതിരാ നേരത്തിൻ നീ വഴിയാരോ ഏറുകണ്ണയുന്നേ, ഏലക്ക മൂലക്കമേറണതുമ്പി തോണിയിലി വഴിയാരെൻ്റെ പെണ്ണേ, 7:30 നേരം ഈ പെൺമണിക്കാരോ കൈവള ചാർത്തുന്നേ, താലി തേടണതാ മരപ്പെണ്ണാ വില്ലൊരുക്കണതാ.